ഹായ് കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു 3 മാസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഞാൻ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചേച്ചിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിന്നൊരു നല്ലൊരു ഫുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് ഒരു 3 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുതിയൊരു റെസിപ്പിയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിനകത്തോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഈ വെച്ചേക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി ഒരു ഗോൾഡൻ കളറായിട്ട് ഒന്ന് മാറി വരുമ്പോൾ നമുക്കതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കട്ട പോലെയായിട്ട് നമുക്ക് വരും. അതൊന്നും പ്രശ്നമാക്കണ്ട. അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് മെൽറ്റ് ആയിക്കോളും. ഇതൊന്ന് തിക്കായിട്ട് കട്ട പോലെ വരുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി നമുക്ക് കൊടുക്കാം. ഇതിങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. അപ്പോൾ നല്ല ഒന്ന് കട്ടയായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അധികം ഗോൾഡൻ കളറാക്കി എടുക്കേണ്ട. അധികം ഗോൾഡൻ കളറായിട്ട് ഇട്ടിട്ടുണ്ട് അത് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഒരു കയ്പ്പ് രസം നമ്മുടെ ഫുഡിങ്ങിൽ വരും. അപ്പോൾ കയ്പ്പ് രസം വന്നാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് പാനിയായിട്ടുണ്ട്. നല്ലൊരു ഇളം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3 സ്പൂണോളം വെള്ളം ഒഴിക്കുക. നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പഞ്ചസാര ഒന്ന് നല്ലോണം കട്ടിയായിട്ട് വരും. ഒരു കീല് പോലെ ഒന്ന് വരും. അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അത് കുഴപ്പമില്ല. അത് നമുക്ക് അടുത്ത് കിട്ടിക്കോളും. നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി. അപ്പോൾ നമ്മുടെ കേരമലൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കളർ മതി, അധികം ഡാർക്ക് ആകണ്ട. നമുക്ക് ഈ ഒരു കളർ മതി. അപ്പോൾ നമ്മൾ കേരമൽ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരമലൊക്കെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ആ ബൗളിനകത്തൊന്ന് ചിറ്റിച്ച്, ആ ചൂടോടുകൂടി തന്നെ ഞാൻ ആ ബൗളിലോട്ട് ഒന്ന് ചിറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് നിറച്ചൊരു 250 ml പാലെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നമുക്കൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ആ പാല് നമ്മുടെ പാലിലൊന്ന് വന്നിട്ടുണ്ട്. നമുക്കതിനകത്തായിട്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. നമുക്ക് ഇതിനകത്ത് നെയ്യാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ടിട്ട് നമുക്ക് ആ പാലൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി ആ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് ഒരു 3 ടീസ്പൂണോളം ഞാൻ റവ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റവ കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. റവ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ സ്പൂൺ എടുക്കാതെ ഇളക്കണം. അതല്ലെങ്കിൽ അതൊരു കട്ടയായിട്ട് വരും. നമുക്കിത് അധികം തിക്കോടുകൂടി വരരുത്. നല്ല ഒരു ലൂസിൽ തന്നെ വേണം അത് കിടക്കാൻ. അപ്പോൾ നമ്മൾ തിളച്ച് ഇത് വറ്റാൻ നിൽക്കണ്ട. അത്രയും നമുക്ക് തിളപ്പിക്കണ്ട. തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലും റവയും നെയ്യൊക്കെ നല്ലോണം ഒന്ന് തിള വരുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം തിള വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ് നമുക്ക് മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം അധികം മധുരം വേണ്ട, അതേ രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ പാലിനകത്ത് പഞ്ചസാരയും നെയ്യും റവയും ഇട്ട് നല്ലോണം ഇളക്കി. ഇതിപ്പോൾ നല്ലോണം ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് ഞാൻ ഫ്ലെയിം ഇവിടെ ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിനകത്ത് നമുക്ക് 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. 2
2 മുട്ട ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. മുട്ട നല്ലോണം ഉടയണം. നമുക്കിതിനകത്ത് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ മധുരവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. നമ്മുടെ മുട്ട നല്ലോണം ഒന്ന് അടിച്ച് ആ പത വരുന്നവരെ നല്ലോണം അടിച്ച് കൊടുക്കണം. ഇനി നമുക്ക് വാനില എസൻസ് ഇല്ല. അതിന് പകരം നമ്മളിവിടെ ഏലക്കാപ്പൊടിയാണ് എടുത്തേക്കണം. ഞാനിപ്പോൾ അതിന് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. മുട്ട നല്ലോണം ഇളക്കി അതിൻ്റെ ആ പത വരുന്നവരെ നല്ലോണം അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പാലും റവയും കുറേശ്ശെ നമുക്കിതിനകത്തായിട്ട് ചെറിയ ചൂടോടുകൂടി നമുക്കിതിനകത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവത്താടെ ഒഴിക്കരുതും, കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കണം. നല്ല തിക്കോട് കൂടിയുണ്ട്. നല്ലോണം അടിച്ച് അതും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ കാരമൽ അതിനകത്തോട്ട് നമുക്ക് ഈ പാല് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് എല്ലാവരും ഒന്ന് യോജിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന് പറ്റിയ ഒരു മൂടിയാണെങ്കിലും മതി. നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടച്ച് നമുക്കിത് ഞാനൊരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഒരു തട്ടും വെച്ചിട്ടുണ്ട്. ഈ തട്ടിനകത്തായിട്ട് നമുക്ക് ഈ പുഡിങ് നമുക്ക് ഇതിനകത്തായിട്ട് ഇറക്കി കൊടുക്കാം. ഇതൊന്ന് ഒരു 25 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ചേച്ചിക്ക് ഉണ്ടാകണം. ചേച്ചി 2-3 മാസങ്ങളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ചേച്ചിക്ക് ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ചേച്ചിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ചേച്ചിക്ക് ആ കാരണങ്ങൾ ഇപ്പോൾ ചേച്ചിക്ക് പറയാൻ പറ്റില്ല. അതേപോലത്തെ ഒരു വലിയൊരു സങ്കടത്തിൽ നിന്നാണ് ചേച്ചി ഇപ്പോൾ വന്നേക്കണം. ചേച്ചിക്ക് റിക്കവർ ആകണം. അതിന് വേണ്ടിയിട്ട് ചേച്ചി ഇപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയിരിക്കുന്നത്. ചേച്ചിയുടെ മക്കളും അനിയത്തിമാരെല്ലാവരും കൂട്ടുകാരും ഒക്കെ പറഞ്ഞ് ചേച്ചി വീഡിയോ എടുക്കണമെന്ന് കരുതി. ചേച്ചിക്ക് ഇപ്പം ഒന്നും സങ്കടങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. ചേച്ചി പറയുന്നില്ല. അപ്പോൾ നമ്മുടെ പുഡിങ് എങ്ങനെയായെന്ന് നോക്കാം. നമുക്ക് റെഡിയായോ ഇല്ലയെന്ന് നോക്കാം. ചേച്ചി ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സ് ഇത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കിത് ശരിയാകുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ എന്നാലും ഞാനൊരു പരീക്ഷിച്ച് നോക്കിയതാണ്. നോക്കാം. നമ്മുടെ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കാം. കുഴപ്പമില്ലെന്ന് തോന്നുന്നു മക്കളെ. ഞാനൊന്ന് സൈഡൊക്കെ ഒന്ന് വിട്ട് നമ്മുടെ പുഡിങ് കുളമായിട്ടുണ്ടെന്ന് തോന്നുന്നു മക്കളെ. നോക്കട്ടെ. വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കേരമലൊക്കെ ഒന്ന് പടർന്നിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ
പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേച്ചി ഇത് ഒന്ന് നമുക്കൊന്ന് മുറിച്ചൊന്ന് നോക്കാം. ആഹാ, അടിപൊളി. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് നല്ലൊരു സിമ്പിൾ വീഡിയോ ആണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പം നമ്മുടെ ഗൗരി കൃഷ്ണയൊക്കെ ഇവിടെ കൊതിയോടുകൂടി നിൽക്കുകയാണ്. അച്ചാമ്മ കുറേ നാളായില്ലേ അച്ചാമ്മ വീഡിയോ ഇട്ടിട്ട്, ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ അച്ചാമ്മക്ക് ഇടാൻ മേലേന്ന് ചോദിച്ച് എൻ്റെ പേരക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് വീഡിയോ എടുത്തത് എൻ്റെ വീട്ടിലാണ്, നാടൻ ഭക്ഷണശാലയിൽ. കൂട്ടുകാരെല്ലാവരും എന്നെ നിർബന്ധിക്കുന്നുണ്ട് വീഡിയോ ഇടാൻ. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ചേച്ചി ഇടാത്തതാണ്. അപ്പം ചേച്ചി പോകെ ഇടാം നമുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏതാണ്ടൊക്കെ കഴിഞ്ഞ് നമുക്കിനി അടുത്ത. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, നമ്മൾ വളരെ ടേസ്റ്റിയുള്ള നമ്മുടെ പുഡിങ്ങിന്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ. അപ്പൊ നമുക്ക് മറ്റൊരു നല്ല ഉഷാർ വീഡിയോയുമായി കാണാം. ബൈ. അപ്പൊ ചേച്ചി ഇതൊന്ന് തിന്നു നോക്കട്ടെ. കൈത്തരി കൊള്ളാട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ചേച്ചി ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കണേണ് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു